നമ്മൾ ഗലാഷ്യൻസ് ചാപ്റ്റർ 2 ആണ് നോക്കിക്കൊണ്ടിരുന്നത്. 10-ാം വാക്യം വരെ നോക്കുവാനിടയെത്തിരുന്നു. എന്നാൽ ഇനിയും കേഫാവുമായിട്ട് ജെറുസലേം കൗൺസിലിലെ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം സിറിയയിൽ നിന്ന് വന്നത് എന്ന് നമ്മൾ നേരത്തെ കാണുവാനിടയിൽ തീർന്നു. യോഹന്നാൻ്റെയൊക്കെ കൂടെ അദ്ദേഹം വരികയാണ്. അപ്പം ഇവിടെ വീണ്ടും കേഫാവുമായിട്ട് വീണ്ടും അദ്ദേഹം മുഖാമുഖം കാണുന്നത് ഇവിടെ പറയുകയാണ്. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം അന്ത്യോക്യയിൽ വന്ന സമയത്ത് ഉള്ള കാര്യമാണ്. കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി എൻ്റെ പറഞ്ഞു തെറ്റിപ്പോയി. അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് തന്നു. അപ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ട് അദ്ദേഹം പത്രോസിനോട് വളരെ ശക്തമായ ഭാഷയിൽ കാര്യം മുഖത്ത് നോക്കി പറയുകയാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തികൾക്ക് ആ ഭയം എന്ന് പറയുന്ന അതല്ല അവരെ ഭരിക്കുന്നത്. മറിച്ച് മുന്നിൽ നിൽക്കുന്ന ആളിനെക്കാട്ടിൽ വലിപ്പമുള്ള ഒരാൾ കൂടെയുണ്ട്. ആ ആളിൻ്റെ ഗൈഡൻസ് അത് നമുക്ക് ചില സമയങ്ങളിൽ വളരെ ശക്തമായ ആത്മീയ കാര്യങ്ങളിൽ നമ്മളെ ഫോഴ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മുമ്പിൽ നിൽക്കുന്ന വലിയ ഫിഗർ ആയിരിക്കും, വലിയ ബിഗ് ഷോട്ടായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ പോളും അഭിമുഖീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങളിലെ വലിയ അതോറിറ്റി ആയിരിക്കുന്ന ആളാണ് പത്രോസ്. പത്രോസുമായിട്ട് ആർക്കും ഈ ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ കാര്യത്തിൽ അതിനേക്കാൾ വലിയൊരു അതോറിറ്റി എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്യപ്പെട്ട പത്രോസ്, ആ പത്രോസിനെയാണ് നമ്മളവിടെ കാണുന്നത്. ചില സന്ദർഭങ്ങളിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബിഗ് നോ പറയേണ്ടടുത്ത് പറയാനുള്ള ആത്മധൈര്യം അത് തരുന്നത് ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ആത്മാവാണ് നമ്മളെക്കൊണ്ട് ചില സമയങ്ങളിൽ നോ പറയിപ്പിക്കുന്നത്. അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോട് കൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. When Peter came to Antioch, I opposed him to his face because he was clearly in the wrong എന്ന് എഴുതിയിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടറിയാം അവൻ തെറ്റായ നിലപാടിലാണ് എന്ന് കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയും പത്രോസിനെ എതിർക്കുകയുമാണ്. യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോട് കൂടെ തിന്നുപോന്നു. ഈ യാക്കോബ് കുറച്ചുകൂടെ, ജേക്കബാണ് കുറച്ചുകൂടെ എന്താ പറയുന്നത്, ജൂവിഷ് കൾച്ചറുമായിട്ട് ഇൻ്റർമിങ്കിൾ ചെയ്ത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് നമ്മളെ ഇനി എത്ര വലിയ ബിഗ് ഷോട്ടാണ്, നമുക്ക് എത്ര വലിയ ദർശനമുണ്ട്, നമ്മളെയാണ് കർത്താവ് ചിലതൊക്കെ അന്തിമമായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചതെന്ന് ഒരു പ്രത്യേകമായ അന്തിമമായിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞാലും നമ്മളുടെ ഹൃദയത്തെ ചഞ്ചലപ്പെടുത്തുന്ന, നമ്മളുടെ തീരുമാനങ്ങളെ മറിച്ച് കളയാൻ പറ്റുമെന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പത്രോസിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ യാക്കോബിൻ്റെ അടുത്തുനിന്ന് ചിലർ വന്നപ്പോൾ യാക്കോബിൻ പറഞ്ഞു വിട്ടിരിക്കുന്ന ചിലർ, അല്ലെങ്കിൽ ആ സ്വാധീനത്തിലുള്ള ചിലർ, അവർ വന്നപ്പോൾ മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ടെന്ന് പറഞ്ഞ് ഈ യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് വന്നവരെ ഭയപ്പെട്ടിട്ട് എന്തുവാ പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. പത്രോസിൻ്റെ ഉള്ളിലുള്ള ഭയമാണ്. ഈ യഥാർത്ഥത്തിൽ ഈ യേശുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ, അപ്പം അദ്ദേഹത്തെ ഭയപ്പെടുത്തിയത് എന്തുവായിരിക്കും? സമൂഹം നമ്മളെ വിട്ടുപോകും.
യേശുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ സമൂഹം വിട്ടുപോകുന്നത് ഒരു വിഷയമേ അല്ല. അതുകൊണ്ടാണല്ലോ 5000 പേരെ പറഞ്ഞു വിടാൻ കർത്താവിന് യാതൊരു മടിയില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഈ ഹോളി സ്പിരിറ്റിനാൽ നയിക്കപ്പെടുന്ന ഒരാൾ സമൂഹത്തെ അല്ല, അവരുടെ എണ്ണത്തിൻ്റെ ബാഹുല്യമോ അവർ മുഖാന്തരം ഉണ്ടാകുന്ന റെസ്പെക്റ്റോ അല്ലെങ്കിൽ അവർ മുഖാന്തരം ഉണ്ടാകാൻ പോകുന്ന ഫിനാൻഷ്യൽ ഗ്രോത്തോ ഒന്നും, അതൊക്കെ അതിനെയൊക്കെ മാറ്റുന്നതാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രൈസ് ലോ, ഹല്ലേലൂയ. അന്നേരമാണ് നമുക്ക് ഈ എന്താ പറയുക, ഈ ലോകപ്രകാരമുള്ള ഇൻഫ്ലുവൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക് പേടി തുടങ്ങുന്നത്, ഭയം. എന്തോ ആയിത്തീരും ദൈവമേ, ഞാനിങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്താൽ ഈ യഹൂദന്മാരെ മൊത്തം നഷ്ടപ്പെട്ടു പോകുമോ? അദ്ദേഹത്തിൻ്റെ ഭയത്തിൻ്റെ കാരണം അതായിരിക്കും തീർച്ചയായിട്ടും, അല്ലേ? ആ കൺവേർട്സിനെ എത്രയും വലിയൊരു കൺവേർട്സാണ്. ആദിമകാലത്തുണ്ടായ കൺവേർട്ടർ മുഴുവനും യഹൂദന്മാരാണ്. അവരെയാണ് മശിഹായെക്കുറിച്ച് പറഞ്ഞ് അറിയിക്കാൻ ഏറ്റവും എളുപ്പം. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ കൺവേർട്ടായിട്ട് വന്നിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. അപ്പം അവർ വന്നപ്പോൾ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. കണ്ടോ ആ ഇൻഫ്ലുവൻസിൻ്റെ ആഴം നോക്കി. ബർന്നബാസൊക്കെ ശക്തമായിട്ട് പൗലോസിനോടൊപ്പം ജെൻറ്റൈൽസിൻ്റെ ഇടയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹമാണ് ഈ പൗലോസിനെ കൂടുതൽ എൻകറേജ് ചെയ്ത് മിഷൻ വർക്കിന് വേണ്ടി സിറിയയിൽ നിന്ന് വിടുന്നത്, സിറിയൻ ചർച്ചിൽ നിന്ന്, ആൻറ്റിയോക്കി ചർച്ചിൽ നിന്ന് വിടുന്നത്. ഈ ബർന്നബാസിന് പോലും അദ്ദേഹത്തിൻ്റെ പോലും വിഷനെ മാറ്റിക്കളയുക. നമ്മൾ എത്രമാത്രം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ നിന്നില്ല എങ്കിൽ നമ്മളുടെ വിഷനെ നമ്മളുടെ കൂടെ നിൽക്കുന്നവർ, നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ എപ്പോൾ വേണമെങ്കിലും മാറ്റിക്കളയാം. അത് സാത്താൻ അവരെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സഭയ്ക്കകത്തിലേക്ക് ഈ പൈശാചികമായ ആരാധനകളും ആലോചനകളും ആചാരങ്ങളും വരുന്നതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാത്തവൻ വന്ന് പറയുന്നത് ചില സമയത്ത് ബ്ലൈൻഡ്ലി നമ്മൾ വിശ്വസിച്ച് അതിൻ്റെ കൂടെ അങ്ങ് ചേരുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ ആചാരങ്ങളെല്ലാം സഭയ്ക്കകത്തിലേക്ക് കയറി വന്നത്. പ്രൈസ് ലോർഡ്. ഇന്ന് പെന്തക്കോസ്തിനകത്തിലും ഓരോന്നോരോന്ന് കയറിക്കൊണ്ടേയിരിക്കുക, പല തരത്തിലുള്ള ആലോചനകളും ആചാരങ്ങളുമൊക്കെ. ബർന്നബാസ് അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. ബർന്നബാസൊക്കെ ശക്തമായ ദൈവവചനം കേട്ട് ദൈവിക ആലോചനയിൽ നിലനിൽക്കുന്ന എന്തുവാ ജെൻറ്റൈൽ മിനിസ്ട്രി എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയ മനുഷ്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ബേർഡൻ ഉണ്ടായിട്ട് പൗലോസിനെ ജെൻറ്റൈൽസിൻ്റെ അടുത്തേക്ക് അയക്കാനും ഒക്കെയുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടാകുന്നത്. പ്രൈസ് ലോർഡ്. അവർ സുവിശേഷത്തിൻ്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്. ചില സന്ദർഭങ്ങളിൽ ഔട്ട്സ്പോക്കണായി പോകും. എന്തോ എന്നറിയോ, നമ്മൾ ഒന്ന് തുറന്ന് പീറ്റർ. കേഫ എന്ന് പറഞ്ഞാൽ ഈ അരമൈക്ക് നെയ്മ പെത്രോസിൻ്റെ സത്യത്തിൽ ആ കേഫ ഹല്ലേലൂയ. അപ്പോൾ അവർ സുവിശേഷത്തിൻ്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്, ഈ സുവിശേഷത്തിൻ്റെ സത്യം നമ്മളിലേക്ക് പകരപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മളിൽ നിലനിൽക്കുന്ന സത്യമാണ്. അതിനെ കറപ്റ്റ് ചെയ്യാൻ വേണ്ടി ശത്രു എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനെ മലിനമാക്കുക, അതിനെ ഡൈല്യൂട്ട് ചെയ്യുക. മനസ്സിലായോ? ഈ സുവിശേഷത്തിൻ്റെ സത്യത്തെ ഡൈല്യൂട്ട് ചെയ്യുക, അതിനെ ലഘൂകരിപ്പിക്കുക. അതിൻ്റെ ആ സുവിശേഷത്തിൻ്റെ സത്യത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നതിനകത്തിൽ എന്തെങ്കിലും ഒരു ഡൈല്യൂഷൻ വന്നാൽ കർത്താവിന് സഹിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ശരീരത്തെ
വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തെ ക്രൂശിക്കുന്നു എന്ന്, വീണ്ടും നിങ്ങൾ ക്രൂശിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പം ഇവിടെ അത് സംഭവിക്കുകയാണ്. ഇത് ദൈവദാസന്മാർ ചില്ലറക്കാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്തല്ല ഈ ശത്രു ഇത് പോരാടുന്നതെന്ന് ഓർക്കണം. അപ്പം നമ്മളൊക്കെ എത്രമാത്രം വീക്കാണെന്ന് ആലോചിച്ച് നോക്കണം. ഹല്ലേലൂയ. അവർ സുവിശേഷത്തിൻ്റെ സത്യമനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേഫാവിനോട് പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞ പൗലോസിനെ പോലുള്ള ആൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ, കേഫാവിനെ പോലുള്ള അതികായനായ മനുഷ്യൻ, അതിശക്തനായ മനുഷ്യൻ, അങ്ങനത്തെ ഒരു ഫിഗർ നമുക്ക് ന്യൂ ടെസ്റ്റമെൻറ്റിൽ ഇല്ല. അദ്ദേഹത്തെയാണ് പിടിച്ച് കർത്താവ് എന്തെല്ലാമാണ് കാണിച്ചേ. മറുരൂപമേലെ കൊണ്ടുപോകുന്നു, കർത്താവിൻ്റെ ദിവ്യത്വത്തെക്കുറിച്ച് കാണിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട എല്ലാ ഇൻസിഡൻറ്റിലും കർത്താവിൻ്റെ കൂടെ പത്രോസ് ഉണ്ടായിരുന്നു. അതൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗെത്സമനയിൽ കർത്താവ് വിളിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആ 3 പേരുടെ കൂട്ടത്തിലും പത്രോസ് ഉണ്ടായിരുന്നു. അപ്പം ഈ പത്രോസിൻ്റെ മേളിലുള്ള ആ ഒരു വലിപ്പം, അല്ലെങ്കിൽ കർത്താവ് കണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ദൗത്യമാണ്. ആ ദൗത്യമാണ് അൺഫോൾഡ് ആകാതിരിക്കാൻ വേണ്ടി ശത്രുവായൻ പോരാടിയത്. അതിനെയാണ് തകർക്കാൻ വേണ്ടി ശത്രുവായൻ ശ്രമിച്ചത്. അപ്പോൾ ഈ നമ്മളുടെ മേൽ അത്രമാത്രം ഒരു ദൗത്യം കിടപ്പുണ്ടോ അതിനെ തകർക്കാൻ ശത്രു ഭയങ്കരമായി പോരാടും. അതിന് എത്ര വലിയ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അത് ഈസിയായിട്ട് ശത്രുവായ അതിനകത്തിലേക്ക് കയറിക്കൂടുമെന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഞാൻ എല്ലാവരും കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നതെന്ത്? പ്രൈസല്ലോ. പിന്നെ യഹൂദ മര്യാദ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. യഹൂദ മര്യാദ എന്തുമായിരുന്നു? ഇറങ്ങുന്നതിനും കയറുന്നതിനും ശവത്തെ കാണുന്നതിനും പിന്നെ എല്ലാത്തിനും അതിഭീകരമായ, നമ്മളിപ്പോൾ ഞങ്ങൾ ലേവ്യ സംഖ്യ എല്ലാം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്തിലൊക്കെ എന്തോ ഒരു ഭയങ്കരമായ റിച്വൽസാണ് നമ്മൾ അതിനകത്തിൽ കാണുന്നത്. അപ്പോൾ ആ റിച്വൽസ് എല്ലാം നടത്തേണ്ട മനുഷ്യൻ ഇപ്പോൾ സ്വതന്ത്രനായി. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്. ഇത് പറയുന്നത് പൗലോസ് പത്രോസിനോട് പറയുന്ന കാര്യമല്ലേ? പൗലോസ് പത്രോസിനോട്. അതെ, പത്രോസ് അവൻ ജാതികളുടെ അങ്ങനെ വിളിക്കപ്പെട്ടതാ. അപ്പോൾ പുള്ളിക്ക് ആ ദർശനം എല്ലാം കൊണ്ട് ഉണ്ടായതാണ്. തുപ്പട്ടി ഇറങ്ങി വന്നു, ദർശനമൊക്കെ കിട്ടിയ ആളെ. അങ്ങനെ ഇങ്ങനെ ഒളിച്ച് കളിച്ചപ്പോഴാണ് പൗലോസ് എന്നിട്ട് ഇങ്ങനെ പറയുന്നത്, നീ എന്തോ വിവരക്കേടായി കാണിക്കുന്നതെന്ന് ചോദിക്കുക. മനസ്സിലായി? അപ്പോൾ പുള്ളിക്കുണ്ടായ സ്വാതന്ത്ര്യം പുള്ളിയോട് പറയുകയാണ്. ചില സന്ദർഭം നമ്മളുടെ അടുത്ത് വല്ലവരും വന്ന് പറഞ്ഞാലേ നമുക്ക് വെളിവുണ്ടാകത്തുള്ളൂ. ഇനി എത്ര വലിയ വെളിവുള്ളവനാണെന്ന് പറഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ അടുത്ത് സൂസൻ ചിലവർ ഇന്നലെ അച്ചാച്ചൻ അത് ചെയ്ത് ശരിയാണ്, അപ്പോഴേക്കും അയ്യോ ശരിയാണല്ലോ അത് അങ്ങനെ ചെയ്തത് ഇനത്തിൽ അത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ഒരാളിനെ ഫോൺ ചെയ്യാൻ മറന്നുപോയി, അത് വിളിക്കേണ്ടത് ഉടനെ ഞാൻ വിളിക്കുന്നത്. പ്രൈസല്ലോ. ചില സാഹചര്യങ്ങളിൽ നമ്മളുടെ അടുത്ത് ചിലത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലും വേണമെന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടെ ഇത്. നമ്മളെല്ലാത്തിലും തികഞ്ഞവരല്ല. പ്രൈസല്ലോ. അദ്ദേഹം പറയുകയാണ്, ഇത്രയും വലിയ സ്ലേവ് ടു ജൂവിഷ് റിച്വൽസ്, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ അതിനകത്ത് നിന്ന് ഫ്രീഡം തന്നത് ആരാ? യേശു ക്രിസ്തുവാ. മനസ്സിലായില്ലേ? യേശുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന നീ, മനസ്സിലായി? ജെൻഡയിൽ മര്യാദ പ്രകാരം ജീവിക്കുന്നു എന്നല്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ 14-ാം വാക്യത്തിൽ അതെ അതെ, യു ആർ, അടുത്തൊരു ട്രാൻസ്ലേഷൻ, യു ആർ എ Jew യെറ്റ് യു ലീവ് ലൈക്ക് എ ജെൻഡൈൽ ആൻഡ് നോട്ട് ലൈക്ക് എ Jew. നീ ഒരു ജെൻഡൈൽ എന്ന് പറഞ്ഞാൽ അവന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. അവനെന്തോ അവൻ എഴുന്നേറ്റ് ഇച്ചിരി പല്ല് കഴിച്ചിട്ടായാലും പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ മതി. ഇവനെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഓരോന്നിനും ചട്ടങ്ങളുണ്ട്.
ആ ചട്ടം അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ഇവൻ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നപ്പോഴത്തേക്കിന് ഇവനാണ് നിശ്ചയിക്കുന്നത്. ഞാനെപ്പോൾ പ്രാർത്ഥിക്കണം, എന്ത് ചെയ്യണം, ഞാൻ കർത്താവിനോട് കൂടെ എന്തുമാത്രം ടൈം സ്പെൻഡ് ചെയ്യണം, അതൊക്കെ ഹോളി സ്പിരിറ്റാണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ടൈമോ റെഗുലേഷനോ എല്ലാം അവനെ പുറത്തു കൊണ്ടുവന്നത് കർത്താവിൻ്റെ സ്വാതന്ത്ര്യമാണ്. മനസ്സിലായോ? അങ്ങനെയുള്ള മനുഷ്യൻ അദ്ദേഹം പറയുകയാണ്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യത്തിൽ നീ ജീവിക്കുന്നുവെങ്കിൽ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ ആ അസ്വാതന്ത്ര്യത്തിലേക്ക് നീ നയിക്കുമോ? മനസ്സിലായോ? ആ ഫ്രീഡമില്ലായ്മയിലേക്ക്, പഴയ നുകത്തിലേക്ക് വീണ്ടും നീ നുകത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്ന് ജനത്തെ കെട്ടാനാണ് ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ആചാരങ്ങളുടെ നുകങ്ങളില്ലേ അതിനകത്തിലേക്ക് പിടിച്ച് കെട്ടാനാണ് ശ്രമിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. യഥാർത്ഥത്തിൽ കർത്താവ് കാണിച്ചു തന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് വലിയ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ കർത്താവ് പ്രത്യേകമായിട്ടൊരു ഒരു ചർച്ച സ്ഥാപിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ചർച്ച നിങ്ങളുടെ ഉള്ളിലാണെന്ന് പറയുക, അത് തന്നെ ഒരു ഭയങ്കരമായ ഒരു വലിയ ആശയമാണ്. ആ ആശയത്തെ തോൽപ്പിക്കാൻ ഇന്ന് വരെ ഒന്നിനും സാധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ പെർസിക്യൂഷൻ ഉണ്ടായി വീട്ടിൽ ഇരിക്കേണ്ടി വന്നാലും അവിടെയും സഭയുണ്ടെന്ന്, അത്ര വലിയ സിംപ്ലിസിറ്റി അതിന് തന്നേക്കുന്നത്. അതിനെയാണ് മനുഷ്യൻ ദുരുപയോഗം ചെയ്യുന്നതും, ആ സ്വാതന്ത്ര്യത്തെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ അത് അങ്ങനെ പറഞ്ഞ് വിടേണ്ട കാര്യമല്ല, അതൊരു വലിയ വിഷയമാണെങ്കിലും ഞാൻ അതിനകത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. യഹൂദന്മാരത്രേ അനുസരിപ്പാൻ നിർബന്ധിതമാക്കുന്നത് നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അവരെ പോലെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അങ്ങനെയല്ല. നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവ മക്കളായവരാണ്. നമ്മൾ പാപികളായി എണ്ണപ്പെടുന്നവരല്ല. നമ്മളെ കഴുകി വിശദീകരിച്ച് അതാണ്. അല്ല സർക്കംസിഷനിലൂടെ അല്ല നമ്മളുടെ ആ സിൻലെസ് ക്യാരക്ടർ വന്നത്. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരത്രേ ജാതികളിൽ നിന്നുള്ള പാപികൾ യഹൂദന്മാരത്രേ. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ ഏറ്റവും കാതലായ കാര്യം. അത് അദ്ദേഹം പത്രോസിനെ പോലുള്ള ഒരു വലിയ മനുഷ്യൻ്റെ അടുത്ത് പോയി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് കേൾക്കേണ്ട ഗതികേട് പത്രോസിനുണ്ടായെന്ന് പറയുമ്പം അദ്ദേഹം എന്തുമാത്രം സ്വാധീനിക്കപ്പെട്ടു മറ്റേ ജുഡൈസേഴ്സ് മുഖാന്തരം. ഈ ജുഡായിസ്റ്റിക് ക്രിസ്ത്യൻസ്, ജൂയിഷ് ക്രിസ്ത്യൻസ്, അവർ മുഖാന്തരം ഉണ്ടായ ഒരു കൺഫ്യൂഷനിലാണ് അദ്ദേഹം അങ്ങനെ നിലപാടെടുക്കേണ്ടി വന്നത്. എന്നാൽ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താലല്ല ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളുടെ നീതീകരണം നമ്മളുടെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിലൂടെയല്ല, സർക്കംസിഷനോ അല്ലെങ്കിൽ ശാബത്തോ അനുസരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും റിച്വൽസ് അനുസരിക്കുന്നതിലൂടെ അല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. പ്രൈസ്. ആ ഒരു വൺ ലൈനേ ഉള്ളൂ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്. അതുപോയാൽ എല്ലാം പോയി. നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിന് നമ്മളുടെ കുരിശോ കൊടയോ കുന്തോ അല്ലെങ്കിൽ നമ്മൾ സ്വത്രാഴ്ച ഇട്ടതോ ധ്യാംശം ഇട്ടതോ സഭയിൽ പേരുള്ളതോ ഒന്നുമല്ല. നമ്മളുടെ ഒറ്റ വിശ്വാസം, ഒറ്റ ഒരു കാര്യമൊന്നും, നമ്മൾ ക്രിസ്ത്യാനിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള അങ്ങനെ വിശ്വസിക്കുന്നവനാണ് സഭയുടെ മെമ്പർ. അപ്പോൾ അത് ആത്യന്തികമായ ആ വിചാരവും ആ എക്സൈറ്റ്മെൻറ്റിലും ജീവിക്കുന്നവനെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരാണ് നീതീകരിക്കപ്പെടുന്നത് എന്നറിഞ്ഞിരിക്കുകൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാലല്ല
ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നാമും പാപികളെന്ന് വരുന്നു എങ്കിൽ ക്രിസ്തു പാപത്തിൻ്റെ ശുശ്രൂഷക്കാരനെന്നോ ഒരു നാളുമല്ല. താഴോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഭയങ്കരമായ തലവേദന എനിക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഈ വചനം സംസാരിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അത്രമാത്രം തലവേദന ആദിക്ക് 2 പാരസെറ്റമോളൊക്കെ കഴിച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത പോലെ തലവേദനയായിരുന്നു. അങ്ങനെ വല്ലപ്പോഴൊക്കെ അങ്ങനെ വരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ലിജു പ്രാർത്ഥന. ലേഡി.